മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ കഴിയുന്നത് 200-ലേറെ പേരാണ്. ഈ വർഷം മെയ് വരെയുള്ള കണക്കാണിത്. രോഗം ഭേദമായി ദിവസങ്ങൾ കഴിഞ്ഞും ആരും ഏറ്റെടുക്കാനില്ലാത്തവർക്ക് സന്നദ്ധ സംഘടനകൾ വഴി പുനരധിവാസം ഉറപ്പാക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത്. എന്നാൽ അതിൽ പലരും അനാഥത്വത്തിന്റെ വേദനയിലാണ്. കൊല്ലം, മലപ്പുറം, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഈ വർഷം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ 5 മാസത്തിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട വയോജനങ്ങൾ 50 മുതൽ 70 വരെയാണ്. പകുതിയോളം പേരെ വയോജന കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 2 മാസം 25 പേരെ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോരുമില്ലാത്ത 40 രോഗികൾ എത്തിയതിൽ 11 പേർ ചികിത്സയിൽ തുടരുകയാണ്. വഴിയോരങ്ങൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അവശനിലയിൽ കണ്ടെത്തി ജനപ്രതിനിധികളോ മറ്റോ ആശുപത്രിയിൽ എത്തിച്ചവരാണ് അധികവും. മക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം എത്തിയ ശേഷം അവർ ഉപേക്ഷിച്ചു പോയ 5 കേസുമുണ്ട്. അടൂർ ജനറൽ ആശുപത്രിയിൽ ഈ വർഷം 15 പേർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലെത്തി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഒരു രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കി അനാഥ മന്ദിരത്തിലേക്ക് മാറ്റി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 15 പേരെ ബന്ധുക്കൾ എത്താത്തതിനാൽ കെയർ ഹോമിലേക്ക് മാറ്റി. 460 പേരെ ബന്ധുക്കളെ കണ്ടെത്തി തിരികെ വിട്ടു. ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ചവരായ 50ഓളം വയോധികരുണ്ട്. ക്ഷേത്രനടയിൽ ബന്ധുക്കൾ ഉപേക്ഷിച്ച് പിന്നീട് ആശുപത്രിയിൽ എത്തിയവരും ഇതിലുണ്ട്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ലാത്ത 10 പേരുണ്ട്. 12 പേരാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 3 പേർ സ്ത്രീകളാണ്. എല്ലാവരും ഉറ്റവർ ഉപേക്ഷിച്ചവരാണ്. 5-ൽ ഒരാൾ 60 വയസ്സിന് മുകളിൽ എന്ന നിലയിൽ കേരള സമൂഹം മാറിക്കഴിഞ്ഞു. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾക്ക് ഓരോ ദിവസവും മെഡിക്കൽ കോളേജുകളും മറ്റും സാക്ഷിയാകുന്നുണ്ട്. മാതാപിതാക്കൾക്ക് പരാതിയുള്ള ഇടങ്ങളിൽ പോലീസിനെ അറിയിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു പോരുന്നുണ്ട്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സ്നേഹത്തോടെയും കരുണയോടെയും ചേർത്ത് പിടിക്കുന്ന പൊതുബോധം സമൂഹത്തിൽ രൂഢമൂലമാകണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു.